നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുള്ളസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാലാജി മഹാരാജിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിലെ അടുത്ത പാരഗ്രാഫ് നമുക്ക് വായിക്കാം. A civil tongue is a prerequisite to achieve the goal of human life. A cultured tongue rules the kingdom of the heart. A polished tongue in discourse or conversation influences humanity and reigns supreme. നമ്മുടെ വാക്കുകളുടെ ശക്തി, അതാണ് ഇവിടെ ലാലാജി മഹാരാജ് പറയുന്നത്. വളരെ കുലീനമായിട്ട് രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പിലുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അപ്പം ആ തരത്തിലുള്ള ഒരു സ്പീച്ച്, ഒരു സംഭാഷണ രീതി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ഒരു പ്രധാന വഴി. ഇറ്റ്സ് എ പ്രീ റിക്വസിറ്റ് എന്നാണ് ലാലാജി മഹാരാജ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നമ്മുടെ നാവ് ഉപയോഗിക്കാതെ, സംസാരിക്കാതെ ഇരുന്നതുകൊണ്ട് മാത്രം നമ്മൾ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല എന്നുള്ളതും ഇന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം ലോകത്തുനിന്ന് മാറി നിന്നിട്ട് മെഡിറ്റേഷൻ ചെയ്തു, തപസ് ചെയ്തു, എന്നിട്ട് സ്പിരിച്വലായിട്ട് ഹൈറ്റ്സിൽ എത്തിച്ചേർന്നു എന്ന് കേൾക്കുന്ന കഥകൾ, അത് ലാലാജി മഹാരാജ് ഇവിടെ ചാലഞ്ച് ചെയ്യാണ്. നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്പിരിച്വൽ സ്റ്റേറ്റ് നമ്മുടേതല്ല. നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്കില്ല് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിവില്ല, അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു കഴിവിൻ്റെ കഴിവെന്ന് പറയാൻ സാധിക്കും. ചില ജോലിക്കാരെ പറ്റിയിട്ട് പറയാറുണ്ട്, നല്ല മിടുക്കനാണ്, പക്ഷേ അയാൾ സമയത്തിൽ വരികയാണ്. എന്താണ് അങ്ങനത്തെ ഒരു നല്ല ജോലിക്കാരനെ കൂടെ ഗുണം? നല്ല ലൈറ്റാണ്, പക്ഷേ വർക്ക് ചെയ്യില്ല എന്ന് മാത്രം. നല്ല മെഷീനാണ്, പക്ഷേ സമയത്തിലൊന്നും അത് പെർഫോം ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു മെഷീൻ നമ്മൾ വാങ്ങും. അതുപോലെയാണ് നല്ല സ്പിരിച്വൽ ഹൈറ്റ്സിൽ എത്തിയിട്ട് ഒരാളാണെന്ന് പറയുന്നത്, പക്ഷേ സംസാരിക്കുമ്പോൾ വളരെ മോശമാണ്. ദേഷ്യം വരിക, ശപിക്കുക, വേണ്ടാത്ത വാക്കുകൾ പറയുക,
എപ്പോഴും സംശയം. അത് ലാലാജി മഹാരാജ് ഇതിനെ മുമ്പിൽ പറയുന്നുണ്ട്, ആംബിഗ്വിറ്റി ആൻഡ് ഇൻഡിസിഷൻ ആർ നോട്ട് ടു ബി എൻകറേജ്ഡ്. സംശയവും അതുപോലെ തന്നെ തീരുമാനമില്ലാത്ത ഒരു സ്വഭാവം. എന്ത് ചോദിച്ചാലും എനിക്ക് ഇതിൽ വലിയ അഭിപ്രായമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക, ഉത്തരവാദിത്തത്തിൽ മാറി നിൽക്കുക. എല്ലായിടത്തും എപ്പോഴും വർത്തമാനം പറയുന്നതല്ല, പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കണതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ പ്രവർത്തിക്കണതിൻ്റെ ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്മാറാൻ പാടില്ല, നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കാൻ പാടില്ല. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെ നല്ല ആൾക്കാരെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നമ്മൾക്ക് അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സത്യം ചൂസ് ചെയ്യണം. സത്യം ചൂസ് ചെയ്യുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കണം, വളരെ അധികം പൊളൈറ്റായിട്ട് സംസാരിക്കണം, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധി റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കണം. അത് നമ്മുടെ ക്വാളിറ്റി ആയിട്ട് മാറും. നമുക്കൊരിക്കലും മടി കാണിക്കരുത്. അപ്പം അങ്ങനെയാകുമ്പോൾ ഹൃദയത്തിൻ്റെ സാമ്രാജ്യത്തിന് കീഴടക്കി. ആദ്യം തന്നെ പറഞ്ഞു, ഡിവൈൻ കറൻസ് ഒഴുകി വരുന്ന പോലെ ആവണം എന്ന് നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ, ക്ലീനിങ്, റെഗുലറായിട്ടുള്ള സത്സംഗങ്ങൾ, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള പ്രാർത്ഥനാഭാവം, അങ്ങനെയൊക്കെയാകുമ്പോൾ ഡിവൈൻ കറണ്ട് ഈ ഹൃദയത്തിൻ്റെ സാമ്രാജ്യം. നമ്മൾ ഹൃദയം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ആ ഒറിജിനൽ ഹൃദയം ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഡിഫറൻസ് ഇല്ല, എല്ലാ സമയത്തും ഒരേപോലെ തന്നെ. നമുക്ക് ദശാവതാരത്തിൻ്റെ സ്കീം എടുത്ത് നോക്കിയാൽ അറിയാം, മത്സ്യം, കൂറും, വരാഹം, ഇങ്ങനെ എത്രയോ അവതാരങ്ങളുണ്ട്. അപ്പോൾ ഭഗവാൻ എന്തും തൻ്റെ അവതാരം തന്നെയാണെന്നാണ് പറയുന്നത്. ശരിക്കും 10 നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഈ കാണുന്നതെല്ലാം കല്ലും മുള്ളും എല്ലാം അവതാരങ്ങൾ തന്നെയാണ്. അവിടെ എല്ലാം ആ ഡിവിനിറ്റിയുടെ എക്സ്പ്രഷൻ. അതാണ് ഈശ്വരൻ്റെ സ്വഭാവം. ഒരു ഡിഫറൻസും ഇല്ല, ഓരോന്നിനും അതിന് വേണ്ടത് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ട്രാൻസ്ഫോം ചെയ്യാനാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. മനുഷ്യൻ ആ ഡിവിനിറ്റി പോലെ ആവുക, എന്നിട്ട് ആ ഡിവൈനായിട്ടുള്ള വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാ ചരാചരങ്ങളെയും ആ ഡിവിനിറ്റിയിലേക്ക് ആകർഷിക്കുക. അപ്പോൾ അത് സഞ്ചരിക്കേണ്ട വഴി മനുഷ്യനിലൂടെയാണ്. മനുഷ്യനിലൂടെയാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷനിൽ ഹെൽപ്പ് ചെയ്യേണ്ട ഏജന്റാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. അപ്പോൾ നമ്മളെക്കാളും മുകളിൽ ഉള്ള എൻറ്റിറ്റീസ്, ശരീരം ഇല്ലാത്ത എൻറ്റിറ്റീസ് ഉണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റീസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അത് ഇവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരം രൂപീകരിച്ചിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങൾക്ക്, ഈ പഞ്ചഭൂതങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ലോകം, ഈ ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരമാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ഡയമെൻഷനിൽ നമുക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡയമെൻഷനിലെ മെറ്റീരിയൽ വെച്ചിട്ട് വേണം നമുക്ക് ശരീരം ഉണ്ടാക്കാനായിട്ട്. നമുക്ക് സോളിഡായിട്ട് സാധനം മുറിക്കണമെങ്കിൽ സോളിഡായിട്ട് മൂർച്ചയുള്ള കത്തിയാണ് എളുപ്പം. കുറച്ചുകൂടി ഹയർ ഡയമെൻഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സൂക്ഷ്മമായിട്ടുള്ള ലേസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ താണ ഒരു ശക്തി വെച്ചിട്ട് മുകളിലുള്ള ഒരു കാര്യത്തിനെ മാറ്റാൻ സാധിക്കില്ല. ഇപ്പോൾ ലോവർ കോൺഷ്യസ്നസ് ലെവൽ വെച്ചിട്ട് ഹയർ കോൺഷ്യസ്നസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ലോവർ കോൺഷ്യസ്നസ് ഉള്ള ഈ മെറ്റീരിയല് നമുക്ക് ഉപയോഗിക്കാൻ, കാരണം ആ ഒരു വൈബ്രേഷനാണ് നമ്മളുള്ളത്. പക്ഷെ നമ്മളതിൽ കുടുങ്ങിപ്പോരുത്, മനുഷ്യരിൽ കുടുങ്ങിപ്പോരുത്. അതിനെ ട്രാൻസ്ഫോം ചെയ്യണം. അവയെ ട്രാൻസ്ഫോം ചെയ്യാനാണ് മനുഷ്യൻ. മനുഷ്യന് മാറ്ററെ ട്രാൻസ്ഫോം ചെയ്യാം, മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യാം, എനർജിയെ ട്രാൻസ്ഫോം ചെയ്യാം, ഒറിജിനൽ സ്രോതസ്സുമായിട്ടും അതിനെ ലിങ്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മാനസ് ബൈപ്പോളർ ബീയിങ് എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. അപ്പം അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് ഒരു പ്യൂർ സ്ട്രീം ഒഴുകുന്ന ചാനലായിട്ട് മനുഷ്യൻ മാറും, മീഡിയമായിട്ട് മാറണം. മുമ്പിൽ വരുന്നതൊക്കെ പ്യൂരിഫൈ ചെയ്യപ്പെടണം. അപ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് സ്പീച്ച്, സംഭാഷണം. നമുക്കറിയാം എങ്ങനെയാണ് കോൺവെർസേഷൻ ലോകത്തിനെ ഇളക്കി മറിക്കുന്നത്. വലിയ വലിയ പ്രസംഗങ്ങൾ കേൾക്കാം, യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങളുണ്ട്, സമാധാനത്തിലേക്ക് പ്രേരിപ്പിച്ച പ്രസംഗങ്ങളുണ്ട്. അതേപോലെ തന്നെ എല്ലാവരെയും ഏകത്വത്തെ പറ്റിയിട്ട് മനസ്സിലാക്കി കൊടുത്ത സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് മാതൃകകളാണ്. എന്താണ് ആവേണ്ടത് എന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ സ്നേഹം ചൊരിയുന്ന വാക്കുകൾ നമ്മുടെ വായിലൂടെ എപ്പോഴും പ്രവഹിക്കുകയാണെങ്കിൽ, പ്യൂറായിട്ടുള്ള ആ ഡിവൈനായിട്ട് സ്പീച്ച് നമ്മുടെ നാവിലൂടെ വരികയാണെങ്കിൽ,
ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളിലും അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരും. എല്ലാവരും ആ ഡിവൈൻ ട്രാൻസ്ഫോർമേഷനിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത നമ്മൾ നൽകുകയാണ്. അപ്പോൾ നമ്മളപ്പോഴാണ് ശരിക്കും നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൻ്റെ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള യൂട്ടിലൈസേഷൻ നടത്തുന്നത്. അല്ലെങ്കിൽ മനുഷ്യ ജീവിതം നമ്മൾ വെറുതെ പാഴാക്കി കളയണം. ഈ ജീവിതം എന്തിനുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ഈ കൾച്ചേർഡ് ആയിട്ടുള്ള ടങ് ഉപയോഗിക്കുമ്പോഴാണ്. അതാണ് ലാലാജി മഹാരാജ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.